എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പച്ചടി ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഒരു ചട്ടി എടുത്ത് കുറച്ച് വെള്ളരിക്ക കുറച്ചുണ്ട്, അത് അരിഞ്ഞ് ഇതുപോലത്തെ ചെറിയ പീസാക്കിയിട്ട് കനം കുറച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനകത്ത് നമുക്ക് അല്പം ഉപ്പിടാം. അല്പം ഉപ്പിട്ട് അത് നമുക്ക് അടപ്പേ വയ്ക്കാം. അങ്ങനെ നമുക്ക് സ്റ്റവ് കത്തിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേവ് അടച്ച് വെക്കാം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റത്തെ വേവുണ്ട് ഇതിന്. പച്ചടിക്ക് വേണ്ടുന്ന ചേരുവ എന്ന് പറയുന്നത് തേങ്ങ 1/2 കപ്പ്, 1 സ്പൂൺ ജീരകം, 3-4 കൂട്ടം ചുമന്നുള്ളി, കൊച്ചുള്ളി, 2 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് പച്ചടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ഇത് ഒരു ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. നല്ല വെണ്ണ പോലെ അരയണം. ഇത് കുറച്ച് വെള്ളമേ ചേർക്കാവൂ. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ. കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇത് നല്ലോണം അരിഞ്ഞ് നോക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നമുക്ക് ഒന്ന് അരഞ്ഞെടുക്കണം. ഒരുപാട് അരയത് മിക്സിയിലോട്ടിട്ട് ഒന്ന് കറക്കിയേ ചെയ്യാവൂ. ഇത്രയും കടുക് ഇടാം. ജസ്റ്റ് ഒന്ന് കറക്കിയേ നമുക്ക് ചെയ്യാവൂ. നമുക്ക് അങ്ങോട്ട് ഒന്ന് കറക്കാം. ഒന്ന് കറക്കുന്നതേ ഉള്ളൂ. ഒന്ന് കറക്കിയതേ ഉള്ളൂ. കടുക് അരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നു. നമുക്ക് ഈ വേവിച്ച് വെച്ച ഈ വെള്ളരിക്കയില്ലേ, അതിനകത്തോട്ട് നന്നായിട്ട് വെള്ളരിക്ക വെന്തിട്ടുണ്ട്. നല്ല ഉടയുന്ന രീതി. ഇതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇടണം. നമുക്ക് മിക്സ് ചെയ്യാൻ ചെയ്യാം. അതിനകത്ത് കലക്കി ഒന്നും ചേർക്കാൻ പാടില്ല. നല്ല കുറുകുറാന്ന് വേണം ഇരിക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് വടിച്ചൊഴിക്കണം. ജാറും അഴക്കിയൊന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇത് കടു വറക്കണം. കടു താളിച്ച് ഇതിനകത്ത് നമുക്ക് ഒഴിക്കണം. കടായി വെക്കാം. സ്റ്റൗ കത്തിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം കടുകിടാം. നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതിടാം. നമുക്ക് അത് ചെറിയ ബ്രൗൺ കളറായി വരണം കൊച്ചുള്ളി. അതിനകത്തോട്ട് നമുക്ക് 2 കരിയാപ്പില ഇടാം. 2 കരിയാപ്പില ഇടാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴണ്ട് ചെറിയ ബ്രൗൺ കളറായിട്ട് ഈ ഇലയൊക്കെ ഈ കരിയാപ്പിലയൊക്കെ ഒന്ന് വാടണം നന്നായിട്ടൊന്ന്. ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനകത്തോട് നമുക്ക് 2 മറ്റിലിമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെടുത്ത് ഈ തളിച്ച കടുവ് എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ പച്ചടിക്കകത്തോട്ട് ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. പച്ചടികൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ പച്ചടി നന്നായിട്ട് തിളച്ചിട്ട്, ഈ അരപ്പ് തിളച്ചിട്ട്, ഈ പച്ചടി ചൂടെല്ലാം ആറിയിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കേണ്ടത്. ഈ പച്ചടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം പച്ചടി. അത് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ആറണം. നന്നായിട്ട് ആറിയിട്ട് വേണം നമുക്ക് തൈര് ഒഴിക്കാൻ.
വെട്ടി തിളച്ചിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് പാകത്തിന് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ആറിയിട്ട് തൈര് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഇതോടെ നമുക്ക് പച്ചടി റെഡിയാവുന്നത്. ഇനി നമുക്ക് ഇത് ആറിയിട്ട് വേണം നമുക്ക് തൈര് ഇതിനകത്ത് ചേർക്കാൻ. നമുക്ക് തണുത്തോന്ന് നോക്കാം. നല്ലതായിട്ട് തണുക്കണം. തണുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ തൈര് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് എന്നിട്ട് കൂട്ടി ഇളക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്ക് തൈര് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. തൈര് തിളയ്ക്കാതെ വേണം എടുക്കാൻ. അതിൻ്റെ ഉപ്പും എല്ലാം കറക്റ്റാണ് നോക്കണം. ഇങ്ങനെയാണ് പച്ചടി നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന് പ്രത്യേകം നല്ല ടേസ്റ്റാണ് പച്ചടിക്ക്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഈ സദ്യയിൽ ഒന്നാമത് നിൽക്കുന്നതാണ് പച്ചടി. നമ്മൾ ഓണസദ്യക്കായാലും കല്യാണ സദ്യക്കായാലും പച്ചടി എന്ന് പറഞ്ഞ സാധനം ഇലയിൽ ഒന്നാമത് കാണും. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി.